ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു കവായ് ജേർണൽ സപ്ലൈസ് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത്. ഓരോ പാർട്ടുകളായിട്ടിടാം, 4 പാർട്സ് ആയിട്ടിടാം. ഞാൻ കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മൾ പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. A4 ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ 8 അളവിലായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് പേപ്പറ്. എന്നിട്ട് ഫസ്റ്റ് തന്നെ റെഡ് കളറുള്ള പാറ്റേൺ പേപ്പറാണ്. അത് ഞാൻ റെഡ് കളർ വെച്ച് ലൈൻസ് ഇട്ടു. പിന്നെ നമ്മുടെ പെൻ വെച്ചിട്ട് ഞാൻ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് തീമിലുള്ളതാണ് ഫസ്റ്റ് ചെയ്യണത്. അങ്ങനെ എല്ലാ തീമിലും ചെയ്യണത് ഞാൻ കണ്ടോ, അങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എടുക്കുന്നത് ഓറഞ്ച് കളറുള്ളതാണ്. കണ്ടോ, ഓറഞ്ച് തീമാണ് ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഇതിനകത്ത് കൂടുതലും വേണ്ടത് സ്കെയിലും സ്കെച്ചും പേപ്പറും, ഇത് മാത്രമാണ് വേണ്ടത്. പിന്നെ പെന്നും. കണ്ടോ, ഇത് സിമ്പിളായിട്ട് നമുക്ക് വേഗം പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫസ്റ്റിന് ഓറഞ്ച് കളർ എടുത്തിട്ട് ഇങ്ങനെ അവിടേക്ക് ഇവിടേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പെന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഉള്ളിലായിട്ട് ഇങ്ങനെ 4 എണ്ണം ഇങ്ങനത്തെ ടൈപ്പ്, വേറെ 4 എണ്ണം വേറൊരു ടൈപ്പിലാണ് ഞാൻ ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ ഞാൻ എല്ലാത്തിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഇങ്ങനെ തിക്കായിട്ട് വരച്ചാലും ഭംഗിയുണ്ടാവും കാണാൻ. ഇത് അടുത്തത് ഞാൻ ഗ്രീൻ കളർ ഞാൻ തിക്കായിട്ട് വരയ്ക്കുന്നുണ്ട്. തിക്കായിട്ട് വരച്ചാലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എടുക്കുന്നത് യെല്ലോ കളർ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രിഡ് ലൈൻസ് യെല്ലോ തീമിലുള്ളതാണ്. കണ്ടോ, ഇങ്ങനെയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ ഇച്ചിരി ഇടവിട്ടിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. സാധാരണ ഒരു ഗ്രിഡ് ലൈൻസിൻ്റെ ഒരു പോലെയാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ തിക്കായിട്ടൊന്നല്ല വരയ്ക്കണേ. കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തെടുക്കുന്നത് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. യെല്ലോ പാറ്റേൺ പേപ്പർ റെഡിയായി. ഇനി ഗ്രീൻ കളർ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ലൈൻസായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഗ്രീൻ കളർ വെച്ച് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പെന്ന് വെച്ച് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഗ്രീൻ കളർ വെച്ച് ഞാൻ ഗ്രിഡ് ലൈൻസ് വരച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കണ്ടോ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, അത് റെഡിയായി. ഇനി എടുക്കുന്നത് പിങ്ക് കളറാണ് എടുക്കുന്നത്. അത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു റാബിറ്റിൻ്റെ ഒരു ഫേസ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, അങ്ങനെ തല ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൊമ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് ഞാൻ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇങ്ങനെ വരച്ചിട്ട് കണ്ണും വായയും വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ ഞാൻ മൊത്തത്തിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇച്ചിരി ഇടവിട്ടായിട്ടാണ് വരയ്ക്കണത്. അങ്ങനെ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ക്യൂട്ട് റാബിറ്റിന് എഴുതി പിന്നെ കുറച്ച് ഹാർട്ട്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിങ്ക് പാറ്റേൺ പേപ്പർ റെഡിയായി. ഇനി നമ്മൾ എടുക്കുന്നത് പർപ്പിൾ കളറാണ്. പർപ്പിൾ കളർ വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ഇഞ്ച് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇഞ്ച് പോലെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കളറും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പർപ്പിൾ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഇങ്ങനെ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, എന്നിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പെൻ വെച്ചിട്ട് വരയ്ക്കണമെന്നില്ല, അല്ലാണ്ടും വരച്ചാലും ഭംഗിയുണ്ടാവും. അതുകൊണ്ട് ഞാൻ പെൻ വെച്ച് വരച്ച് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ പെൻ വെക്കാണ്ടും ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കളർ കൊടുക്കണില്ല, ഇത്തിരി ഇങ്ങനെ വിട്ടിട്ട് കളർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ മുകളിലത്തെ ബോയിൻ്റെ മുകളിലത്തെ അത് ഞാൻ അങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ അങ്ങനെ തൂങ്ങിക്കിടക്കണ വള്ളിയില്ലേ, അതിനകത്താണ് ഞാൻ കളർ കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ വേറൊരു ബോയും കൂടിയൊക്കെ വരച്ചു. പിന്നെ ക്യൂട്ട് ബോ എന്നൊക്കെ എഴുതി ഹാർട്ട് ഷേപ്പൊക്കെ വരച്ച്. അപ്പോൾ നമ്മുടെ പർപ്പിൾ തീമിലുള്ള പാറ്റേൺ പേപ്പർ റെഡിയായി. ഇനി എടുക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്ലൂ വെച്ചിട്ട് ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂബെറിയാണ് ചെയ്യണത്. ഞാനിങ്ങനെ യൂട്യൂബിലൊന്നും പാറ്റേൺ പേപ്പർ ബ്ലൂബെറി കണ്ടിട്ടില്ല. മിക്കപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ചെറിയാണ്. അപ്പോൾ ഞാനൊന്ന് ബ്ലൂബെറി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചെറിയ പോലെ തന്നെ ബ്ലൂബെറി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെറിയ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നതിനെക്കാട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് എൻ്റെ മുകളിൽ ബ്ലൂ കളർ വെച്ച് ഫില്ല് ചെയ്ത് പിന്നെ നമ്മുടെ പെന്ന് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് ഹൈലൈറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ,
ഇങ്ങനെ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട് ഞാൻ. കണ്ടോ, കുറച്ച് 3, 6, 7 എണ്ണം ഞാൻ വരച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട്. കണ്ടോ, 7, 8. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ നമ്മളെ ചെറി പോലെ തന്നെ ബ്രാഞ്ച് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കാണാൻ. കണ്ടോ, അപ്പോഴും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു വരച്ചത്. ഒരു വെറൈറ്റി ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ചെറിയ വരയ്ക്കുന്ന പോലെ തന്നെയൊക്കെയാണ്. കണ്ടോ, അതും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യൂട്ട് ബ്ലൂബെറി എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ബ്ലൂബെറി അല്ല, ബെറി എന്നാണ് എഴുതിയേക്കണത്. കണ്ടോ, അതിനെല്ലായിടത്തും ക്യൂട്ട് ബെറി എന്നും പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ സ്ഥലത്ത് ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. പാറ്റേൺ പേപ്പറിൽ എനിക്ക് പേഴ്സണലി എഴുതുമ്പോഴാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് എഴുതിയിട്ട് നല്ല അതിങ്ങനെ റണ്ണിങ് ലെറ്റർ ഒന്നും പോലെയല്ല, ജസ്റ്റ് ഇങ്ങനെ അറിയണ പോലെ ഇങ്ങനെ കൂട്ടി എഴുതിയാൽ ഭംഗി ഉണ്ടാവും. കണ്ടോ, എന്നിട്ട് നമ്മൾ ഹൈലൈറ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂബെറിയിൽ, ഒരു പെയറിൽ ഒരു ബ്ലൂബെറിയിൽ ഞാൻ അറ്റത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇച്ചിരി ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് വെച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ ഭംഗിയുണ്ട് കൊടുത്തിട്ടും, കൊടുക്കാണ്ടും ഭംഗിയുണ്ട്, കൊടുത്തിട്ടും ഭംഗിയുണ്ട്. കണ്ടോ, അതെല്ലാത്തിലും ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബ്ലൂ തീമിലുള്ള പാറ്റേൺ പേപ്പർ റെഡിയായി. ഇനി എടുക്കുന്നത് ബ്രൗൺ തീമാണ്. അത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടെഡീനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടെഡിയേനെയാണ്. ആദ്യം എൻ്റെ വയറ് വരച്ചു കൊടുത്തു, പിന്നെ തല വരച്ചു കൊടുത്തു, പിന്നെ കൈയാണ് വരയ്ക്കുന്നത്. ഇത് ഇത്തിരി വലുതായി പോയി, അപ്പോൾ ഞാൻ അപ്പുറത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്, സെയിം പ്രോസസ്സാണ്. ഞാൻ അപ്പുറത്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ചെവി വരച്ചു, കാല് വരച്ചു, പിന്നെ നമ്മുടെ പെന്നെടുത്തിട്ട് കണ്ണും വായയും വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, 2 കണ്ണും വായയും വരച്ചു. പിന്നെ നമ്മുടെ ചെവീൻ്റെ ഉള്ളിൽ ഞാൻ ഇച്ചിരി ഇങ്ങനെ ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് പെന്ന് വെച്ചിട്ട്. കണ്ടോ, ഇതുപോലെ തന്നെ ഞാൻ വരച്ചിട്ട് അപ്പുറത്ത് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള 3-4 വരച്ചു കൊടുത്തിട്ടുണ്ട്. 5 വരച്ചു കൊടുത്തിട്ടുണ്ട്. ക്യൂട്ട് ടെഡി എന്നും പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ടെഡിയാണ്, പിന്നെ ബീറും ആണ്, രണ്ടും ആണ്. ഞാനിപ്പോൾ ഒരു ടെഡി ആയിട്ടാണ് ഉദ്ദേശിച്ചത്. കണ്ടോ, നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ബ്രൗൺ തീമിലുള്ള പാറ്റേൺ പേപ്പർ റെഡിയായി. അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ റെഡ് തീമിലുണ്ടാക്കി. ഓറഞ്ച്, യെല്ലോ, ഗ്രീന്, പിങ്ക്, ബ്ലൂ, പർപ്പിൾ, ബ്രൗണ്. കണ്ടോ, ഇത് നമ്മൾ ഒരു ബോക്സിലേക്ക് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. 4 ഒരു ഏകദേശം ഒരേപോലത്തെ പാറ്റേൺ, വേറെ 4 കുറച്ച് ഡിസൈൻസ് ഉള്ള പാറ്റേൺ ആയിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഞാനൊരു കവായ് തീമാണ്. അപ്പോൾ നമ്മൾ ഒരു ബ്രൗൺ അല്ല, പർപ്പിൾ ഒരു ബോക്സിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ അതിൻ്റെ ഫില്ലാക്കി നമ്മൾ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം ഓരോ പാർട്ടിലായിട്ടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റൈറ്റിങ്സ് ആണ്. റൈറ്റിങ്സ് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, A4 ഷീറ്റ് 8 ഇങ്ങനെ കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സാധാ ഒന്നില്ലെങ്കിൽ റണ്ണിങ് ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ സാധാ ലെറ്റർ എഴുതിയാൽ ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ നെയിംസാണ് എഴുതുന്നത്. നിങ്ങൾക്ക് കോഡ്സോ അല്ലെങ്കിൽ നെയിംസ് തന്നെ ആയിരിക്കുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ എഴുതാനൊന്നും അറിയാത്തവർക്ക് ഇതായിരിക്കും നല്ലത്. സിമ്പിളായിട്ട് നമ്മുടെ നെയിംസ്, ആരുടെയെങ്കിലുമൊക്കെ നെയിംസ് അറിയാമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ കൂട്ടി എഴുതിയാൽ മതി. ഞാൻ 3ാമത്തെ ലൈനിൽ കാണിച്ചു തരാം. അങ്ങനെ ചെയ്താലും മതി. ഞാൻ ഇപ്പോൾ നെയിംസ് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ കോട്ടൊന്നും എഴുതാൻ നിന്നില്ല, വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കോട്ടൊന്നും എഴുതാത്തത്. കണ്ടോ, ഇങ്ങനെ കൂട്ടി എഴുതിയാലും രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങോട്ട് ഞാൻ മൊത്തം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 4 ഉണ്ടാക്കി. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും ജോളിങ് ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ അതും കൂടി ബോക്സിലാക്കി. പിന്നെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വാഷിംഗ് ടേപ്പാണ്. വാഷിംഗ് ടേപ്പ് ഞാൻ കുറേ വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇത് ഞാൻ ചെയ്യണത് പർപ്പിൾ തീമുള്ള വാഷിംഗ് ടേപ്പാണ്. ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലത്തെ കീറി കൊടുത്തിട്ടുണ്ട്. ഇത് കീറിനേക്ക് മുമ്പ് വരയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇത് കീറി കഴിയുമ്പോൾ ഇങ്ങനെ ചാടി പോവും. കണ്ടോ, ഇങ്ങനെ ഇരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കീറിനേക്ക് മുമ്പ് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കേട്ടോ, ഞാൻ കീറി നോക്കിയതാണ്. കീറിനെക്കാട്ടും നല്ലത് അതിനകത്ത് തന്നെ വെച്ചിട്ട് വരച്ചിട്ട് കീറുന്നതാണ്. കണ്ടോ, ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 A4 ഷീറ്റ് ഒരുമിച്ച് ചെയ്താൽ രണ്ടോട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നീളമുള്ള വാഷ് ടേപ്പ് കിട്ടും. ഞാൻ ഇപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ ഇങ്ങനെ കീറിയിട്ട് ചെയ്യണതാണ്.
എനിക്ക് കുറച്ച് മതി, എനിക്ക് കൂടുതലൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കട്ടിയുള്ള പേപ്പറിൽ അത് വെച്ചിട്ട് മടക്കണേക്കാട്ട് സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ പേപ്പർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ മടക്കണതായിരിക്കും. അത് വേണമെങ്കിൽ കട്ടിയുള്ള പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വാഷ് ടേപ്പ് ചുറ്റിയാലും ഭംഗിയുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിയാലും മതി. ഞാൻ ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്താലിരിക്കും. ഇതുപോലെ കുറച്ച് ഒരളവ് എടുക്കുക, എന്നിട്ട് അളവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, അതിങ്ങനെ ഒതുക്കി വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിട്ടു പോകും. അപ്പം ഞാൻ അങ്ങനെ ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ കുഞ്ഞി പേപ്പറിൽ അതിൻ്റെ ഉള്ളിലേക്ക് പശ തേക്കുന്നുണ്ട്. പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞാൽ മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ വാഷിംഗ് ടേപ്പിലേക്ക് ആക്കി കൊടുക്കരുത്. അതെന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ ഒട്ടിക്കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ കുഞ്ഞി പേപ്പറിൽ തന്നെ മാക്സിമം ആക്കാൻ നോക്കാം. കണ്ടോ, അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ നമ്മുടെ സിമ്പിളായിട്ട് വാഷിംഗ് ടേപ്പ് കിട്ടും. കീറണമെങ്കിൽ കീറാം, എന്നിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ടിരിക്കും. പിന്നെ നമ്മൾ കണ്ടോ കുറേ കളേഴ്സിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലൗഡിൻ്റെ വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിങ്ക് കളറ്, ഗ്രീന്, ബ്ലൂ, അങ്ങനെ യെല്ലോ, അങ്ങനത്തെ കുറച്ച് വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാട്ടിലിടുന്നതായിരിക്കും. കണ്ടോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി. അപ്പോൾ കണ്ടോ, ഇനി നമ്മളൊന്നും ചെയ്യണില്ല, ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.